ഹേ പേബ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ്രുവരി 4-ാം തീയതി. സോ ഇന്നലത്തെ കണ്ടിന്യൂ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തെറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്ന് വരവുണ്ടാവും, വെള്ളാട്ടുണ്ടാവും, എല്ലാം ഞാൻ കവർ ചെയ്യും. എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം. ബട്ട് എനിക്ക് അറിയില്ല എത്രത്തോളം കാണിച്ചു തരാൻ പറ്റും. ബട്ട് ഐ വിൽ ട്രൈ. അപ്പം ഇപ്പോൾ സമയം 8 മണിയാവാൻ പോകുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വല്യമ്മേൻ്റെ അടുത്ത് പോകണം. ഞാൻ ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ വീട്ടിൻ്റെ അടുത്താണ് അമ്പലം. സോ നമ്മൾ അവിടെയാണ് പോവുക തരേണ്ട സമയത്തൊക്കെ. ആൻഡ് അമ്മ ഇവിടെ ഇല്ല. സോ അമ്മ ഉണ്ടെങ്കിൽ അമ്മ വെച്ച് തരുമായിരുന്നു. വേറെ ഓപ്ഷനില്ല, ഞാൻ തന്നെ വെക്കണം. അപ്പോൾ ഓക്കെ, ഞാൻ പോയി ചായയെല്ലാം കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വല്യമ്മേൻ്റെ അടുത്ത് പോയിട്ട് പിള്ളേരെ കുറച്ച് നേരം കാണിച്ചു തരാം. പിള്ളേരോട് ഇപ്പം കുറച്ച് കളിക്കും. അതിനുശേഷം വരവിൻ്റെ കാര്യങ്ങളൊക്കെ വരവ് എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരോടും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ വരവാണെന്ന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അമ്പലത്തിൽ പോയതിന് ശേഷമാണ് വല്യമ്മേൻ്റെ അടുത്ത് പോയത്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ മുത്തമ്മേൻ്റെ അടുത്ത് വന്നപ്പം ശരിക്കും ഒരു അംഗനവാടി പോയ ഒരു ഫീലുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഫുൾ പിള്ളേരായിരുന്നു. ഞാൻ വന്നപ്പോൾ മാധവും കൂബുവും പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നല്ല വൈബാണ് ഇവർക്ക് വന്നാൽ. കളി ഫസ്റ്റ് സാധനം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണല്ലേ അവരവരുടെ കസിൻസുമായിട്ട് എൻജോയ് ചെയ്യുന്ന ടൈം. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്ക് പോകുന്നുണ്ടോ. ഈ ടൈം ആകുമ്പോൾ എല്ലാ കസിൻസും വരും, നമ്മൾ അവരോടൊപ്പം കളിക്കും. അതേപോലെയാണ് ഇവർക്കും. നല്ല രസമില്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് വരവൊക്കെ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങിയത്. ഒരു 3 മണിക്ക് ശേഷമാണ് വരവ് ഓരോന്നോരോന്നായിട്ട് വരിക. അപ്പം ഇതാണ് ഞങ്ങൾ കണ്ട ഫസ്റ്റ് വരവ്. ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഡാൻസായിരുന്നു. ഇത് വരവ് വരുന്ന അതേ സമയം തന്നെയാണ്. ആ ചെണ്ടമേളത്തിനനുസരിച്ചിട്ട് ഇവരും നല്ലോണം ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇനി ഫ്യൂച്ചറിൽ തുള്ളാൻ പോകുന്ന ടീംസാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിൽ പോയിട്ട് എന്തൊക്കെയാണ് വരവ് 2 സൈഡിൽ നിന്നും വരവ് വരും. അപ്പം ആ സൈഡിൽ നിന്നുള്ള വരവാണ് നിങ്ങൾ കണ്ടത്. അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വരവാണ് നിങ്ങൾ കണ്ടത്. ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വരവൊക്കെയാണ് ഇത്. ശിങ്കാരിമേളം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പനക്കല കുളമ്പിൽ പോയി. അന്നേരത്താണ് അച്ഛമാമനോട് ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛമാമൻ ഓക്കെ വാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഈ സമയമാകുമ്പം ആരും ഞങ്ങളെ കണ്ടുപെട്ടാൽ ഞങ്ങൾ ഓരോ സാധനം വാങ്ങാൻ പറ്റും. വലിയ കരടിയൊക്കെ വന്നതിന്, പക്ഷെ കരടിക്ക് അത്ര കളിക്കാൻ പറ്റിയില്ലേ എന്നൊരു സംശയം. അത് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പനക്കല കുള്ളുമ്മൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. പനക്കല കുള്ളുമ്മൽ എന്ന് വെച്ചാൽ പനക്കല വീട്ടിൽ ഇടം, ആ സ്ഥലത്തെയാണ് പനക്കൽ കുള്ളു എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. സോ പനക്കല കുള്ളുന്നാണ് ഞങ്ങൾ എപ്പോൾ നോക്കിയാലും എന്ത് വരവുണ്ടെങ്കിലും ഞങ്ങൾ കാണുക. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും അവിടെയാണ്. റിലേറ്റീവ്സ് മാത്രമല്ല, നാട്ടുകാരൊക്കെ അവിടെയാണ് വരിക. പിന്നെ ഇത് ഓരോ വരവാണ് നിങ്ങൾ കാണുന്നത്. വരവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ പോയി. അവിടെ കരിമരുന്ന് ഉണ്ടെന്ന് പൊട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ പോകും.
അവിടെ നിന്ന് കുറച്ച് നല്ല വ്യൂ കിട്ടും. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അത്ര വ്യൂ കിട്ടില്ല, കാരണം അവിടെ നിന്ന് അടുത്തായതുകൊണ്ട് കുറച്ച് നല്ലോണം കാണാൻ പറ്റും ഈ പട്ടാസ് പൊട്ടുന്നത്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ. പിള്ളേരൊക്കെ കളി തന്നെയാണ്, കാരണം ഇപ്പോൾ അവർക്ക് ഭയങ്കര ഫ്രീഡം കിട്ടിയ ടൈമാണ്. അപ്പോൾ നല്ല നൈസായിരുന്നു. അപ്പോൾ നിങ്ങളത് കേട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് മാത്രം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. പിന്നെ ഇതെല്ലാം ഞങ്ങൾ വെയിറ്റ് ചെയ്ത കരിമരുന്നിനാണ്. ആക്ച്വലി ഈ മരമൊക്കെ ഇങ്ങനെ മറിഞ്ഞു നിന്നിട്ട് ഞങ്ങൾക്ക് അധികം കാണാനും പറ്റിയില്ല, എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല രസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഞാൻ നല്ലോണം കണ്ടിട്ടുണ്ടായിരുന്നു ഈ പട്ടാസ് പൊട്ടുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളും പോയി കണ്ടിട്ട് വാ. അതായത് ഞാനെടുത്ത ചെറിയൊരു ഭാഗം പോയി കണ്ടിട്ട് വരും. അപ്പോൾ കരിമരുന്നിന് ശേഷം ഞങ്ങൾ എന്താ ചെയ്യും, പിള്ളേരെ വേഗം ഉറക്കി, എങ്ങനെയല്ലോ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് ഞങ്ങൾ ഉറക്കി. അതിനുശേഷം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഞങ്ങൾ കഴിച്ചു. അതായത് ഐസ്ക്രീം കഴിച്ചു, കോളിഫ്ലവർ കഴിച്ചു, പിന്നെ ഞങ്ങൾ ചന്തയിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വരവ് വരുന്നത്, ഇനിയും വരവ് വരും കേട്ടോ. ഇനി പൂക്കലശത്തിൻ്റെ വരവാണ് വരിക. അത് കഴിഞ്ഞിട്ട് വെള്ളാട്ട്, അത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ തിറ നടക്കുക. എല്ലാം ലേറ്റായിരുന്നു ഈ കൊല്ലം ഭയങ്കര ലേറ്റായിരുന്നു. ശരിക്കും 3 മണിക്ക് നടക്കേണ്ട തിറ എല്ലാം കൂടെ 5 മണി 4 മണിക്കൊക്കെയാണ് നടന്നത്. അപ്പം ഭയങ്കര ലേറ്റായിരുന്നു. ഇത് നിങ്ങൾ ഈ കാണുന്നത് വേറൊരു സൈഡ് പൂക്കലശത്തിൻ്റെ ആൾക്കാരെയാണ്. നല്ല അടിപൊളി DJ ലൈറ്റെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് നല്ല രസമല്ലേ. യാ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അടി നടന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് മാത്രം അങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞേക്കില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തതിന്. പിന്നെ ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോയി. എൻ്റെ ചേട്ടനും എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സുമാണ്. ഇത് വേറെ പൂക്കലശാണ്. ഇവർ എല്ലാ കൊല്ലവും ഡ്രസ് കോഡ് ചെയ്യും. ഇവർ മാത്രമല്ല, വേറെ നാട്ടിലെ ചേട്ടന്മാരും ഡ്രസ് കോഡ് ചെയ്യും. അപ്പം ഇക്കൊല്ലത്തെ ഡ്രസ് കോഡ് ഇതാണ് ഇവർ. ഭയങ്കര ഡാൻസാണ്. എനിക്കിത് കാണാൻ പറ്റില്ല ആക്ച്വലി, എനിക്ക് ഈ വീഡിയോ എനിക്ക് കിട്ടിയതാണ്. ചേട്ടൻ ഭയങ്കര ഡാൻസാണ്. ഇത് ആ തുപ്പി വെച്ചതാണ് കേട്ടോ എൻ്റെ ഏട്ടൻ.
3 മണിക്ക് തുടങ്ങേണ്ട പരിപാടിയെല്ലാം ഭയങ്കര ലേറ്റായിരുന്നു. ആക്ച്വലി ഇതെല്ലാം 2 മണി 1 മണിക്കൊക്കെ നടത്തേണ്ടതായിരുന്നു. ഒന്നും അങ്ങ് ഇപ്പോൾ കറക്റ്റ് ടൈമിലല്ലായിരുന്നു. എല്ലാം ഭയങ്കര ലേറ്റായിരുന്നു. എന്താണെന്ന് റീസൺ എന്നറിയില്ല. ഞങ്ങൾ കറക്റ്റ് 3 മണിയാകുമ്പോഴേക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഭയങ്കര ലേറ്റായി. നമ്മൾ ഉറക്കവും പോയി. ഉറങ്ങി എഴുന്നേറ്റവരൊക്കെ എല്ലാം കാണാനും പറ്റി. നമ്മളവിടെ ഇരുന്ന് നമ്മൾ ഉറക്കം പോയി, അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, അതൊന്നും പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം, ഈ ഒരു രാത്രി കാണുന്ന സുഖം അത് അന്നത്തെ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഓൺ ടൈമിലല്ലായിരുന്നു പല വിളയാട്ടുകളും അല്ലെങ്കിൽ താരമഹോത്സവമൊക്കെ നടന്നത്. സോ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ ഉറക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നിട്ട് എല്ലാം ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ തെയ്യവും എല്ലാ വെള്ളാട്ടും എല്ലാ തിറയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ ഇനിയൊരു കരിമരുന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാനൊരു സുഖമില്ലായിരുന്നു. കാരണം അത് ശരിക്കും രാത്രിയല്ല പുലർച്ചെ ചെയ്യേണ്ട കരിമരുന്നായിരുന്നു. രാവിലെ ആകുമ്പോൾ ഒരു സുഖം കിട്ടിയില്ല. അപ്പം ഞാൻ അധികം അത് വീഡിയോ എടുത്തില്ല. പിന്നെ ഇത് കുട്ടിച്ചാത്തൻ്റെ തിറയാണ്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ കിച്ചു എല്ലാം കൂടെ ഉറങ്ങി. കാരണം ഈ വട്ടം പിടിക്കാണ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. വട്ടം പിടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഉറങ്ങും. വട്ടം പിടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. വട്ടം പിടി നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ പോയി കണ്ടിട്ട് വരും. വട്ടം പിടി പറയുന്നതിനെക്കാട്ടും കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പം നിങ്ങൾ കണ്ടില്ലേ വട്ടം പിടി, നല്ല രസമില്ല. പിന്നെ ഗുളികൻ്റെ തിറയായിരുന്നു. ഗുളികൻ്റെ തിറയോടെ നമ്മളെ ഈ കൊല്ലത്തെ തിറ മഹോത്സവം കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം ആവണം. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയപ്പോൾ അതായത് റിലേറ്റീവ്സ് എല്ലാം അവരവരുടെ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ആക്ച്വലി അത്രയും 3 ദിവസമായാലും 3 ദിവസം ആൾക്കാരും ബഹളവും എല്ലാം ആയിട്ട് പെട്ടെന്നത് അയ്യോ കഴിഞ്ഞല്ലോ, ഇനി അടുത്ത കൊല്ലം ആവണമല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ ഗണപതീൻ്റെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, അതായത് താലപ്പൊലി മഹോത്സവം. സോ ഈ വഴിക്കൊക്കെ പോയപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര എനിക്ക് സങ്കടമായി. കാരണം ഫുൾ ആളും ബഹളവും ആയിട്ടുള്ള സ്ഥലം പെട്ടെന്ന് ഭയങ്കര സൈലൻ്റായി. പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ചവറുകൾ കാണുന്നില്ലേ, ഇതെല്ലാം ഇനി ഇവിടുത്തെ ചേച്ചിമാരെല്ലാവരും കൂടെ വൃത്തിയാക്കണം, അതാണ് ടാസ്ക്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഗണപതീൻ്റെ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ താലപ്പൊലി മഹോത്സവം നടക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ടയേർഡായി. കാരണം എനിക്ക് ഉറക്കം റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അത്രയും എടുത്തിട്ടുള്ളൂ, എൻഡിങ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.